അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ. പാരായണത്തിനിടയിൽ വഖഫ് ചെയ്യുക, അതുപോലെ പുനരാരംഭിക്കുക, എടുത്ത് ഓതുക തുടങ്ങിയ അൽ വഖഫു വൽ ഇബ്തിദാ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കി വരുന്നത്. ക്ലാസ്സിൽ നാം ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതാണ് വഖഫിൻ്റെ ഇനങ്ങളെക്കുറിച്ച്, അഖ്സാമുൽ വഖഫ്. ഇതിൽ പ്രധാനമായി നമ്മൾ അറിയേണ്ട ഇനങ്ങൾ ഇൽത്തിറാരി, ഇഖ്തിയാരി എന്നീ രണ്ട് ഇനങ്ങളാണ്. അതിനു മുമ്പ് ഇഖ്തിബാരി എന്ന ഒരു ഇനം നാം സൂചിപ്പിക്കുകയുണ്ടായി. പരിശോധന ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഗുരുനാഥൻ വിദ്യാർത്ഥിയോട് ചില പദങ്ങളുടെ അവസ്ഥ അറിയാനായിട്ട് അവിടെ വഖഫ് ചെയ്യാൻ ആവശ്യപ്പെടുക. ചില പദങ്ങൾ ഖുർആനിൽ എഴുതപ്പെട്ടത് ഒരു രൂപത്തിലും അതേ പദം തന്നെ മറ്റൊരു ആയത്തിൽ മറ്റൊരു രൂപത്തിലും എഴുതപ്പെട്ടതായി വരാം. അൽ ഐദി, അൽ ഐദി അലിഫ് യാ കൊടുക്കാതെ ചിലയിടത്ത് യാ കൊടുത്തുകൊണ്ട്. സൂറത്ത് സാദ് 45 അൽ ഐദി എന്ന യായോടുകൂടിയും 17 അൽ ഐദ് എന്ന യാ ഇല്ലാതെയും. ഇതുപോലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, പരിശോധിക്കുവാനായിട്ട് വഖഫ് ചെയ്യാൻ ആവശ്യപ്പെടുക. അതുപോലെ താ മഫ്തൂഹായിട്ട് ചിലയിടത്ത് എഴുതിയിട്ടുണ്ടാവും. മറ്റു ചില പദങ്ങളിൽ മർബൂത്തായ ആയിട്ട് എഴുതപ്പെട്ട പദങ്ങൾ ഒരേ പദം തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനാണ് ഇഖ്തിബാരി എന്ന് പറയുക. സാധാരണ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലാത്തതുകൊണ്ട് കൂടുതൽ ആ ഭാഗത്തേക്ക് നമ്മളെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൽത്തിറാരിയായൊരു വഖഫിനെ കുറിച്ച് നാം സൂചിപ്പിച്ചു. നിർബന്ധിതമായി ചെയ്യേണ്ട വഖഫ്, അതായത് വഹുവ മാ യഅരിദു ലിൽ ഖാരി അസ്നാ ഖിറാഅതിഹി ബിസബബി ദറൂറ, ഒരു അത്യാവശ്യ ഘട്ടം വരുന്ന കാരണത്താൽ, എന്തെങ്കിലും കാരണം വരുമ്പോൾ, കൽ ഉത്വാസ്, തുമ്മൽ പോലെ, ഔ ദീഖി നഫസ്, ശ്വാസം കിട്ടാതെ പോവുക, അല്ലെങ്കിൽ ഔ അജ്സ് അനിൽ ഖിറാഅ, ഔ അജ്സുൻ ഔ അജ്സിൻ അനിൽ ഖിറാഅ, ഖിറാഅത്ത് പൂർത്തിയാക്കാൻ എന്തെങ്കിലും അശക്തി വരിക, പ്രയാസമുണ്ടാവുക. ഒന്നുകിൽ ബിസബബി നിസ്യാൻ, മറന്നുപോയതുകൊണ്ടോ, ഔ ഗലബതി ബുക, പെട്ടെന്ന് കരച്ചിൽ വന്നതുകൊണ്ട്. ഇങ്ങനെയുള്ള ചില ഔ ഐ ഉദ്രിൻ മിനൽ അഅദാർ യദ്ററുഹു ലിൽ വഖഫി അലാ ഐ കലിമത്തി മിനൽ കലിമാത്തിൽ ഖുർആനിയ്യ. ഖുർആനിലെ ഏതെങ്കിലും കലിമത്തിൽ നിർബന്ധിതമായി ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ കാരണങ്ങളാൽ നിർത്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നിർത്തിപ്പോവുക. ഇതിനാണ് ഇൽത്തിറാരിയായ വഖഫ് എന്ന് പറയുക. ദറൂറത്തിന് വേണ്ടി നിർത്തുക. അങ്ങനെയുള്ള വഖഫ് അതിൻ്റെ ഹുക്മ് ജവാസാണ്, അനുവദനീയമാണ്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ വഖഫ് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ എന്താണ് പിന്നീട് ചെയ്യേണ്ടത്? സുമ്മ യഊദുൽ ഖാരിഉ ഇലൽ കലിമത്തി അല്ലതി വഖഫ അലൈഹാ ഫയസിലുഹാ ബിമാ ബഅദഹാ. നിർത്തിയ ആ പദം മുതൽ വീണ്ടും പുനരാരംഭിക്കണം. ഇൻ സലുഹൽ ഇബ്തിദാഉ ബിഹാ, അങ്ങനെ പുനരാരംഭിക്കൽ ശരിയാകുമെങ്കിൽ. വ ഇല്ല, അത് ശരിയാവുകയില്ലെങ്കിലോ, ഫബിമാ ഖബ്ലഹ, അതിന് മുമ്പുള്ള കലിമത്ത് മുതൽ ആരംഭിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് അത്യാവശ്യമായി ശ്വാസം ലഭിക്കാതെയോ മറ്റെന്തെങ്കിലും കാരണത്താൽ നിർത്തി പോവേണ്ടി വന്നാൽ പിന്നീട് എന്ത് വേണം? ശരിയായ ആശയം ലഭിക്കുന്ന വിധത്തിൽ പുനരാരംഭം നിർവഹിക്കണം, ഇബ്തിദാ ചെയ്യണം. അത് ആ കലിമത്ത് തന്നെ മുതൽ എടുക്കൽ ശരിയാകുമെങ്കിൽ അങ്ങനെ ആവാം. പറ്റുകയില്ലെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള കലിമത്തിൽ നിന്ന് പുനരാരംഭം നിർവഹിക്കേണ്ടതാണ്. ഇബ്തിദാ ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടതാണ്. ഇതാണ് നാം ഇന്ന് മനസ്സിലാക്കിയ ഇൽത്തിറാരിയായ വഖഫ്. നിർബന്ധിതമായിട്ട് അത്യാവശ്യം സാഹചര്യങ്ങളിൽ, അടിയന്തര ഘട്ടങ്ങളിലൊക്കെ നിർത്തിപ്പോവേണ്ടി വരുന്ന വഖഫ് ഇൽത്തിറാരി എന്ന് പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും.